പതിവ് തെറ്റിക്കാതെ കണ്ണൂരിലെ തെയ്യങ്ങൾ ആസ്വദിക്കാൻ ഇത്തവണയും ജർമ്മനിയിൽ നിന്നും മോനിക്ക എത്തി. കഴിഞ്ഞ 12 വർഷക്കാലമായി മോനിക്ക കണ്ണൂരിൽ എത്തുന്നുണ്ട്. ചില വരവിൽ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഒപ്പം കൂട്ടും. കണ്ണൂരുകാരോടാണ് ഇഷ്ടം കൂടുതലെന്ന് മോനിക്കയും സംഘവും പറയും. തറികളുടെയും തിറകളുടെയും നാട്, അതിഥി ദേവോ ഭവ എന്നത് അതേപടി പാലിക്കുന്ന നാട്. കണ്ണൂരിലേക്ക് ആരെത്തിയാലും മനസ്സ് നിറഞ്ഞാണ് തിരിച്ചു പോവുക. കണ്ണൂരിനെ അത്രയേറെ സ്നേഹിക്കുന്ന ജർമ്മനിയിലെ മോനിക്ക ഇത് 12ാം തവണയാണ് ഇവിടെ എത്തുന്നത്. വിവിധ തെയ്യക്കാവുകളിൽ പോകും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഉത്തര കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമായ ദേവക്കൂത്ത് കാണാനും മോനിക്ക എത്താറുണ്ട്. ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. സുഹൃത്തുക്കളോടൊപ്പമാണ് ഇപ്രാവശ്യം എത്തിയത്. With a lady performer, and it was a very spectacular experience, and all the people, like everywhere in Kerala and at all the Siams, have been very kind, and they made sure that we got a good place to see and take photos, and it's always an experience to come to Kerala and to see a new Siam. I have traveled all around India, but Kerala is my favorite state in India. കേരളത്തിന്റെ തനത് ഭംഗി നിലനിർത്തണമെന്ന അഭ്യർത്ഥന മോനിക്കയ്ക്കും സംഘത്തിനുമുണ്ട്. നാട്ടിലെ വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെയ്യവും കാവുകളുമെല്ലാം ഇവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നു. ചിലതെല്ലാം ക്യാമറയിൽ പകർത്തും. ഓരോ തവണയും വ്യത്യസ്ത അനുഭവങ്ങളാണ്. കേരള ഗോഡ്സ് ഓൺ കൺട്രി തന്നെയെന്ന് മോനിക്കയും സുഹൃത്തുക്കളും നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുന്നുണ്ട്. ഇനിയും വരാമെന്ന് പറഞ്ഞ മടക്കം. ജർമ്മനിയിൽ നിന്നും എത്തിയ ഫോറിനേഴ്സ് വരെ ദേവക്കൂത്ത് ആസ്വദിക്കാനായി എത്തിയിരുന്നു. കഴിഞ്ഞ 12 തവണയും മോനിക്ക ജർമ്മനിയിൽ നിന്നും ദേവക്കൂത്ത് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അത് മനോഹരമായ അനുഭവം തന്നെയാണെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.